പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഒരുപാട് പേർക്ക് ഇത് എക്സാമിൻ്റെ സമയത്ത് റിയൽ എക്സാമിന് പോയി എഴുതുന്ന സമയത്ത് സ്റ്റക്കായി നിന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ്. കാണുമ്പോൾ വളരെ എളുപ്പമായിട്ട് തോന്നും, പക്ഷേ കുറച്ച് അത്യാവശ്യം കാൽക്കുലേഷനൊക്കെ ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, നമുക്കിത് എങ്ങനെ ചെയ്യാൻ നോക്കാം. നിങ്ങൾ ഒരുപാട് പേര് ഇതിൻ്റെ സൊല്യൂഷൻ തപ്പി നടന്നവർ കാണും. നോക്കാം. ഒരാളെ എയും ബിയും 2540 രൂപയ്ക്ക് വാങ്ങി. അത് രണ്ടിൻ്റെ കൂടെ കോസ്റ്റ് പ്രൈസാണ്. ഫസ്റ്റ് സാധനം 15% ഗെയിനും രണ്ടാമത്തെ സാധനം 25% ലോസിനും വിറ്റു. സെല്ലിംഗ് പ്രൈസ് ഓഫ് എ 109 രൂപ മോർ ദാൻ ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് പെർസെൻറ്റേജ് ആണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെ ഓപ്ഷനും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കറിയാവുന്ന കാര്യം ടോട്ടൽ കോസ്റ്റ് പ്രൈസ് 2540 ആണ്. അപ്പോൾ ഫസ്റ്റ് സാധനം 15% ഗെയിൻ എടുത്തു. അപ്പോൾ ഞാനിവിടെ ഒരു മെത്തേഡ് ചെയ്യുവാണ്. ഗെയിൻ 15% ആണ്. അതായത് 100ൻ്റെ സാധനമാണെങ്കിൽ 115 കിട്ടി. സിമ്പിളാക്കാൻ വേണ്ടി 20ൻ്റെ സാധനത്തിന് 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 20 ആണ് അയാളുടെ കോസ്റ്റ് പ്രൈസ് എങ്കിൽ 3 രൂപ. 15% എന്ന് പറഞ്ഞാൽ 3/20 ആണ്. 20 ആണെങ്കിൽ 3 രൂപ ലാഭം കിട്ടി. 23-ന് വിറ്റു. അപ്പോൾ ഞാൻ എടുക്കുവാണ് ഇവിടെ ഫസ്റ്റ് സാധനം എ എന്ന് പറയുന്ന ഐറ്റത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് 20x എന്ന് പറഞ്ഞെടുക്കുവാണ്. കാര്യം ഇവിടെ എക്സ് എടുക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് എത്ര വരും? 23x എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ് സാധനത്തിൻ്റെ കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും കിട്ടി. ഇനി നമ്മുടെ ബി എന്ന് പറയുന്ന ഐറ്റം. അപ്പോൾ ബി എന്ന് പറയുന്ന ഐറ്റത്തിന് എന്താ ചെയ്യുന്നത്? ബി എന്ന് പറയുന്ന ഐറ്റത്തിന് 25% ലോസാണ് വിറ്റത്. പക്ഷെ നമുക്ക് ബിക്ക് പുതുതായിട്ടൊരു വേരിയബിളിൻ്റെ എടുക്കേണ്ട ആവശ്യമില്ല. കാര്യം രണ്ടെണ്ണത്തിൻ്റെ കൂടെ കോസ്റ്റ് പ്രൈസിൻ്റെ സമ്മ് 2540 ആണ്. ഫസ്റ്റ് എണ്ണത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് 20x ആണെങ്കിൽ രണ്ടാമത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്തായിരിക്കും? 2540 മൈനസ് 20x ആയിരിക്കും. കാര്യം രണ്ടും കൂടെ കൂട്ടുമ്പോൾ 2540 വരണം. ഇത് എയുടെ കാര്യമാണ്, ഇത് ബിയുടെ കാര്യമാണ്. ഇനി ഇതിനെ എന്താ ചെയ്തേ? ഈ സാധനം എത്ര ലോസിനാണ് വിറ്റത്? 25% ലോസിനാണ് വിറ്റത്. അതായത് ഈ വാല്യൂൻ്റെ 2540 കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ഈ ക്വസ്റ്റ്യൻ. 20x അതിൻ്റെ 25% നഷ്ടത്തിനാണ് വിറ്റത്. അതായത് ഈ സാധനത്തിൻ്റെ 75% വിറ്റത്. ഇത് എക്സ് ആണ് കേട്ടോ. ഇതിൻ്റെ 2540 മൈനസ് 20xൻ്റെ 25% നഷ്ടം. അതായത് 75%-നാണ് വിറ്റത്. 75% കഴിഞ്ഞാൽ 3/4-നാണ് വിറ്റത്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് ആണ്, ഈ രണ്ട് നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് ആണ് തന്നിട്ടുള്ളത്. ഇതാണ് സെല്ലിംഗ് പ്രൈസ് കേട്ടോ. ഇത് സെല്ലിംഗ് പ്രൈസും ഇത് കോസ്റ്റ് പ്രൈസുമാണ്. ഓക്കെ, അപ്പോൾ സെല്ലിംഗ് പ്രൈസിൻ്റെ ഡിഫറൻസ് ആണ് തന്നിട്ടുള്ളത്. ഈ ഡിഫറൻസ് ആണ് തന്നിട്ടുള്ളത്. എത്ര കിട്ടിയത്? 109 കിട്ടിയത്. പിന്നെ അത് നമുക്ക് എക്സ് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് പ്രൈസ് കിട്ടും. പക്ഷേ ഇത് കുറച്ച് കാൽക്കുലേഷൻ ഉണ്ട്. ഡെയിലി മാത്സിൻ്റെ എക്സസൈസ് ഒക്കെ ചെയ്യുന്നവർക്ക് ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് കാൽക്കുലേഷനിലേക്ക് കടക്കാം. മാക്സിമം വേഗത്തിൽ ചെയ്യാം. ഓക്കെ, സ്റ്റെപ്പുകൾ മാക്സിമം കുറയ്ക്കാം. 23x മൈനസ് ഇവിടെ എന്ത് വരും? ഇൻറ്റു 3/4 ചെയ്യണം. ബൈ 4 ചെയ്യുമ്പം 6. ഓക്കെ, 6 വരും. ഞാൻ എവിടെ പറയാം. 6 14-4 3 വട്ടം, ബാക്കി 20 20-ന് 5 വട്ടം. ഇനി ഇൻറ്റു 3 ചെയ്യണം. 3ഉം ബൈ 4. 635-ൻ്റെ 3 എന്ന് പറയുമ്പോൾ 1800-ഉം 105. 35 3 105. അപ്പോൾ 1905 ഇവിടെ വരും. മൈനസ് 20x ഇൻറ്റു 3/4. അതായത് ബൈ 4 ചെയ്യുമ്പോൾ 5, 5x ഇൻറ്റു 3 15x. ഇതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും 109. ഇനി നമുക്ക് വേഗം ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാമല്ലോ. 23x മൈനസ് ഇവിടെ മൈനസും പ്ലസ് ആവും. 23x മൈനസ് പ്ലസ് 15x 38x എന്ന് വരും. ഓക്കെ, 38xൻ്റെ വാല്യൂ എന്താ നമുക്ക് വരുന്നത്? 38xൻ്റെ വാല്യൂ വരും നമുക്ക് 1905 അപ്പുറത്തുമ്പോൾ പ്ലസ് ആവും. 1905 പ്ലസ് 109 എത്ര? 2905. അല്ല, 2005 പ്ലസ് 9 2014. കാൽക്കുലേഷൻ നല്ല ശ്രദ്ധിച്ച് ചെയ്യണം. 2014 കിട്ടും. എക്സിൻ്റെ വാല്യൂ ഇതേപോലെ 38. 201-നകത്ത് 38 എത്ര വശമുണ്ട്? 35. 190 ആണ്. ബാക്കി 11 114. 114/38 3 38 ഗുണം 3 114. എക്സിൻ്റെ വാല്യൂ നമുക്ക് 53 കിട്ടി. അപ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് പ്രൈസ് നമുക്കറിയാം. നമുക്ക് എന്താ വേണ്ടത്? ലാഭമാണോ നഷ്ടമാണോ? ലാഭമോ നഷ്ടമോ കണ്ടുപിടിക്കുന്നത് ടോട്ടൽ കോസ്റ്റ് പ്രൈസ് 2540 രൂപ. അവിടെ തെറ്റൊന്നുമില്ല. നമുക്ക് ക്വസ്റ്റിന് തന്നിട്ടുണ്ട് രണ്ടിൽ. നമുക്ക് എത്ര ലാഭം എത്ര നഷ്ടം എന്ന് വേണം. ഇവിടെ എത്രയാണ് ലാഭം കിട്ടുന്നത്? 20xൻ്റെ സാധനം 23xന് വിറ്റു. 3x ആണ് ഇവിടെ ലാഭം. എക്സിൻ്റെ വാല്യൂ 53 ആണെങ്കിൽ 3x എന്ത് കിട്ടും? 169 കിട്ടും. അത് കുഴപ്പമില്ല. പക്ഷെ നമുക്ക് എന്ത് വേണം? രണ്ടാമത്തെ ലാഭമാണോ നഷ്ടമാണോ എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ രണ്ടാമത്തെ വിൽക്കുന്ന പൈസയും വാങ്ങുന്ന പൈസയും. ഓക്കെ, അപ്പോൾ വിൽക്കുന്ന പൈസ എത്ര വരുന്നത്? അയാളുടെ കോസ്റ്റ് പ്രൈസ് എത്ര വരും? 20x ആണ് നമ്മളുടെ ഫസ്റ്റിൻ്റെ കോസ്റ്റ് പ്രൈസ്. 20x എന്ന് പറയുമ്പോൾ 20 ഗുണം 53. 53 2 106 1060 അല്ലേ? 53 1060 106 ഒരു 0 1060. 2540 1060 ആരുടെ കോസ്റ്റാണ്? എയുടെ കോസ്റ്റാണ്. 2540 നിന്ന് എത്ര കുറയ്ക്കണം? 1060 കുറയ്ക്കണം. 1000 കുറയ്ക്കുമ്പോൾ 1540. പിന്നെ 60 കൂടെ കുറയ്ക്കണം. ഇതൊക്കെ കാൽക്കുലേഷനാണ്. 1500 പിന്നെ 20 കൂടെ കുറയ്ക്കണം. 1480. 1480 ആണ് ഇയാളുടെ ബിയുടെ കോസ്റ്റ് പ്രൈസ്. എത്രണ്ണ വിൽക്കുന്നത്? 635 മൈനസ് നമ്മളിവിടെ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. 635 മൈനസ് ഇവിടെ 3/4 എന്ന് വെച്ചാൽ 15x. 15 ഗുണം 53.
15 ഗുണം 53. ഓക്കെ, ഇത്രയാണ് വിൽക്കുന്നത്. 15 ഗുണം 53 അല്ലേ, ഇതല്ലേ വരുന്നത്? അതെ, 2500 അല്ലല്ല, അതെ അതെ, വിൽക്കുന്നത് ഇത് ഇത്രയാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ 75%, 25% ലോസിനല്ലേ വിൽക്കുന്നത്. പക്ഷേ നമുക്ക് ലോസ് മാത്രം മതി, നമുക്ക് എന്തിനാ വെറുതെ കോസ്റ്റ് ഇതൊന്നും കണ്ടുപിടിക്കണ്ട. അപ്പോൾ ഇതാണ് അതിൻ്റെ രണ്ടാമത്തെ കോസ്റ്റ് പ്രൈസ്. കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ 25%, ഇതിൻ്റെ 25% എന്ന് പറഞ്ഞാൽ ബൈ 4 ചെയ്താൽ മതി. ബൈ 4 ചെയ്യുമ്പോൾ 3, ഇപ്പോൾ ബേസിക് ക്ലാസ്സുകളെല്ലാം കാണണം, നമ്മുടെ അർജുന ബാച്ചിലെ ക്ലാസ്സുകളെല്ലാം കാണണം. അപ്പോൾ 3 28-നകത്ത് 7 പിന്നെ ഒരു 0, അതായത് 370 രൂപയാണ് അവിടുത്തെ നഷ്ടം വരുന്നത്. അപ്പോൾ നമുക്ക് ഓവറോൾ ചെയ്യുമ്പോൾ എന്ത് വരും? ഇതേ മൈനസ് 370, ഇത്രയാണ് നമുക്ക് ഓവറോൾ നഷ്ടം സംഭവിക്കുന്നത്, മൈനസാണ് വരുന്നത്. അപ്പോൾ എത്ര വരും ഇത്? ഒന്നുകൂടെ കൂട്ടുമ്പോൾ 170, പിന്നെ 170, 370 ആണോ വരുന്നത്? കാൽക്കുലേഷൻ ഒന്ന് നോക്കണം. ഓക്കെ, 370 ആണ് വരുന്നത്. 20x ഇത് ഓക്കെയാണ്. 2540 മൈനസ് 20x 53, 2 106 ഒരു 0 1060. ഞാൻ 1060 കുറയ്ക്കണം. 1000 കുറച്ചാൽ 1540, പിന്നെ 40 കുറച്ച് 1500, പിന്നെ 20 കൂടെ കുറയ്ക്കണം. അപ്പോൾ 1480. 1480 രണ്ടാമത്തെ കോസ്റ്റ് പ്രൈസ്. അതിൻ്റെ 25% ലോസിനാണ് വിൽക്കുന്നത്. ഇതിൻ്റെ 25% എന്ന് പറയുമ്പോൾ എത്ര കിട്ടുന്നത്? 25% ബൈ 4 ആണ്. ബൈ 4 ചെയ്യുമ്പം 4 3, ബാക്കി 28-നകത്ത് 4 7 വട്ടം, ബാക്കി 0, 370 ഇവിടെ നഷ്ടം വരുന്നത്. അപ്പോൾ ആദ്യത്തെ നഷ്ടം 169, ലാഭം 3x ആണ്. 3x ആകുമ്പോൾ 153. ഓക്കെ, 159 കേട്ടോ, അത് ശ്രദ്ധിച്ചോളാം. 169 അല്ല. ഓക്കെ, അപ്പോൾ 159 ആദ്യത്തെ ലാഭം. അതേ മൈനസ് 370, 11 കൂട്ടുമ്പോൾ 170 ആവും, പിന്നെ 200, 211 നമുക്ക് ടോട്ടൽ ഓവറോൾ നഷ്ടം വരുന്നത്. നഷ്ടമാണ് ബൈ 2540. എത്ര വരും ഇത്? ഏകദേശം നമുക്ക് ഓപ്ഷൻ നോക്കാം. നഷ്ടമാണ്, പ്രോഫിറ്റ് അല്ല, നഷ്ടമാണ്. ഇത് രണ്ടെണ്ണം ഉണ്ട്, നോക്കാം. 211 എന്ന് പറയുമ്പോൾ എത്ര വരും? ഏകദേശം നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇതേപോലെ 8% നോക്കാം. 25.4 1%. ഇൻറ്റു 8 ചെയ്യുമ്പോൾ 200, പിന്നെ 0.4 × 8 3.2, 203.2 8%. പിന്നെ എത്ര ഉണ്ട്? 203.2 എന്ന് പറയുമ്പോൾ ഏകദേശം 8 കൂടെ വരും. 8 എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ 5% എടുത്താൽ എത്ര വരും? 5% എടുത്താൽ 0.5% എടുത്താൽ 12 സംതിങ് വരും. 25.4 1%. അതിൻ്റെ പകുതിയാണ് 0.5%. 12 വേണ്ടി പറയും 0.5 എത്താൻ. അപ്പോൾ നമ്മുടെ ആൻസർ 0.5 എത്തത്തില്ല. 8 കഴിഞ്ഞിട്ട് 0.5 എത്തത്തില്ല. 8 കഴിഞ്ഞിട്ട് 8.3% എന്താ വരുന്നത്? ലോസ്. കാര്യം ഓപ്ഷനകത്ത് 8.3% ഉണ്ട്. ഓപ്ഷൻ സി നമുക്ക് ആൻസർ കൊടുക്കാം. ഇത് കുറച്ച് നല്ല ക്വസ്റ്റൻ ആയതുകൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ചെയ്തത്. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. അപ്പോൾ ക്ലാസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കാൽക്കുലേഷൻ സ്പീഡ് ഉണ്ടെങ്കിൽ വളരെ വേഗത്തിൽ ചെയ്യാം. നിങ്ങൾ ക്വസ്റ്റൻ സ്റ്റക്ക് ആവുന്ന ക്വസ്റ്റനാണിത്. അപ്പോൾ എക്സാമിന് ഇത് കാണുവാണെങ്കിൽ രണ്ടാമത്തെ റൗണ്ടിൽ മാത്രം ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. CGNLിലൊക്കെ ക്രാഷ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്, അതൊക്കെ കാണുക. ഫുള്ള് കംപ്ലീറ്റ് ആക്കി കാണാൻ ശ്രമിക്കുക. ഏകലവ്യ ബാച്ചും എല്ലാം ഫുൾ ചാനലിലെ കണ്ടന്റുകളും കാണുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.